US കമ്പനി രാജ്യത്ത് നടത്തിയ അനധികൃത സർവേ കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ അന്വേഷിക്കണമെന്ന് ആണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സർവേകൾ അനുവദിച്ചാൽ രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഏത് രീതിയിലുള്ള അന്വേഷണം വേണ്ടത്? എന്താണ് ഈ സർവേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ഏത് രീതിയിലുള്ള സർവേ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇതൊക്കെ സംബന്ധിച്ചൊന്ന് വ്യക്തമാക്കാമോ? US കമ്പനി കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് നടത്തിയ അനധികൃത സർവേയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരിക്കുന്നത്. ഈ കേസ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഉത്തരവ്. അതായത് ഈ ഇന്ത്യയിലെ TNS പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു US ബേസ്ഡ് ആയിട്ടുള്ള പിൻസ്റ്റൺ എന്ന് പറയുന്ന സർവേ റിസർച്ച് കമ്പനി ഇവിടെ ഈ ഇന്ത്യയില് ഈ സർവേ നടത്താനായിട്ടുള്ള കരാറിൽ ഏർപ്പെടുകയും അതിനനുസൃതമായിട്ട് ചില ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ട് സർവേ നടത്തുകയും ചെയ്തത്. ഇത് സംശയാസ്പദമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിരുന്നു. അതായത് ഈ TNS കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കെതിരെ അടക്കമായിരുന്നു കേസ് എടുത്തത്. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ TNS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹൈക്കോടതിയെ സമീപിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ പ്രസ്തുത കേസ് യാതൊരു തരത്തിലും റദ്ദാക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു തീരുമാനം ഹൈക്കോടതി സ്വീകരിച്ചത്. സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണം കൊണ്ട് ഈ വിഷയത്തിൽ ഒരു തൃപ്തികരമായിട്ടുള്ള നടപടി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മതിയാവില്ല. മറിച്ച് ഈ ഒരു സർവേ നടത്തിയതിൽ തന്നെ കാര്യമായിട്ടുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏത് വിധത്തിലാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്, അതിന്റെ ഉള്ളടക്കം, ഒപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സർവേകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ അനുവദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയെയും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും ബാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അനിവാര്യമാണെന്നും സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഈ സർവേ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. രേഷ്മ, ഒരു സംശയം കൂടി വരുന്നത്, ഈ സർവേയുടെ റിസൾട്ട് എന്തായിരിക്കും? എന്ത് രീതിയിലുള്ള റിസൾട്ടിന് വേണ്ടിയാണ് ഈ സർവേ നടത്തിയത്, അല്ലെങ്കിൽ ഏത് പഠനത്തിൻ്റെ ഭാഗമായാണ് നടത്തിയത് എന്നത് സംബന്ധിച്ച വല്ല വിവരങ്ങളുണ്ടോ? ഇത് മതസൗഹാർദ്ദത്തെ ബാധിക്കുമെന്ന ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തുമ്പോൾ അത്തരത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഈ സർവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് വല്ല സൂചനകളുണ്ടോ? ഈ സർവേയിലെ ക്വസ്റ്റ്യനെയർ ാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിലെ തന്നെ മറ്റൊരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ചില അതായത് സംശയകരമായിട്ടുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ട് സർവേ നടത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃതമായിട്ടുള്ള വകുപ്പുകളുടെയോ അനുമതി കൂടാതെയാണ് ഇത്തരമൊരു സർവേ നടത്താനായിട്ടുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംശയകരമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതി കൂടാതെ നടത്തിയ സർവേ അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വിദേശ കമ്പനി അല്ലെങ്കിൽ വിദേശ സർവേ കമ്പനി ഇവിടുത്തെ തന്നെ മറ്റൊരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിന് പിന്നിൽ ചില രഹസ്യ സ്വഭാവം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി എടുത്തിട്ടുള്ള നിലപാട്. ശരി രേഷ്മ.